മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം 24 ചേരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നൊരു വിവാദമായിരുന്നു ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് താങ്കൾ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശിച്ചത്. പിന്നീട് സർക്കാർ നിലപാട് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ സർക്കാരിൻ്റെ ചെയ്തികളൊക്കെ ഇങ്ങനെ തന്നെയാണ്. തുടർഭരണം വന്നതിന് ശേഷം ഉണ്ടായ സ്ഥലജല വിഭ്രാന്തി ഈ ഗവൺമെന്റിന് തെറ്റായ നിലപാടുകളും നടപടികളും സ്വീകരിക്കാൻ നിർബന്ധിതമാക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ ഒരു ജനവിഭാഗത്തോടുള്ള പ്രതികാരം നിർവഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഗവൺമെൻറ് കൊണ്ടുവന്നത് സത്യത്തിൽ ഗവൺമെൻറ്റിനിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് സമൂഹത്തിനോ സംസ്ഥാനത്തിനോ ഗവൺമെൻറ്റിനോ ഒരു ഗുണവും കിട്ടുന്നില്ല. ആകെ 100 ജീവനക്കാരുള്ള സ്ഥാപനത്തിൽ കാര്യമാണ് ചെയ്യുന്നത്. ഒരു കാര്യമില്ലാത്തതിൽ വെറുതെ ഇടപെടുക എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിക്കുക, അവരോട് എന്തോ പ്രതികാരം നിർവഹിക്കുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണം, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായത്. നേരത്തെ വെള്ളിയാഴ്ച ഒഴിവ് കൊടുത്താണ്, പിന്നെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒഴിവ് കൊടുത്താണ്. ഒരു ആവശ്യമില്ലാതെ ഇന്നലെ അത് റദ്ദാക്കിയാണ്. എന്തിനാണ് റദ്ദാക്കിയിട്ട് എന്താ കിട്ടാൻ പോകുന്നത്? ഇന്നലെയാണ് റദ്ദാക്കുന്നത്. ആളുകൾക്ക് വർക്ക് സ്ഥലത്തേക്ക്, ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ എത്താനുള്ള സമയം കൂടി കിട്ടുന്നില്ലല്ലോ. എന്തിനാണ് അത് ചെയ്തത്? അപ്പോൾ പെരുന്നാൾ ഇന്ന് പറഞ്ഞാൽ അറഫാ ദിനമാണ്, മുസ്ലിങ്ങൾക്ക് നോമ്പാണ്. അതിന് പുറമെ നാളെ വലിയ പെരുന്നാളായതുകൊണ്ട് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് അവധി ദിനമായി അങ്ങനെ പോയാൽ മതി, അത് റദ്ദാക്കുക. എന്നിട്ട് പകരം അവധി കൊടുക്കേണ്ട ആവശ്യമില്ല. അവധി ഇല്ല, നാളെ ശനിയും ഞായറും അല്ലെങ്കിലും അവധിയാണ്. അപ്പോൾ എന്തിനാണ് ഇതിൽ ഇടപെട്ടത്? ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ന്യൂനപക്ഷം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകളെ ശക്തമായി എതിർക്കുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ആ ഏകോപനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ സമൂഹത്തോടുള്ള പ്രതികാരം നിർവഹിക്കുകയാണ്. വാക്കുകൾ, സുന്ദരമായ വാഗ്ദാനങ്ങളും വാക്കുകളൊക്കെ പറയും. ഓരോ നടപടിയും മുസ്ലിം സമുദായത്തിനെ വേദനിപ്പിക്കുന്നതാണ്, പ്രയാസപ്പെടുത്തുന്നതാണ്. അവരുടെ ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ നൽകുന്നില്ല എന്ന് വേറെ കാര്യം. പക്ഷേ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും അവകാശങ്ങളും ധ്വംസിക്കപ്പെടുകയാണ്. അവരെ ഓരോ കാര്യത്തിലും വെറുതെ അനാവശ്യമായി പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി അവരെ വോട്ട് തട്ടാനുള്ള പ്രചോദനം നൽകുകയാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുന്നത് കേരളത്തിലെ വോട്ടർമാർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കനത്ത തിരിച്ചടിയുണ്ടായത്. അപ്പം അതിനുള്ള പ്രതികാരം നിർവഹിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. ഏതായിരുന്നാലും ഇന്നലത്തെ ശക്തമായ പ്രതിഷേധത്തിൻ്റെ പേരിൽ അവർക്കത് പിൻവലിക്കേണ്ടി വന്നു. പക്ഷേ എന്നിട്ടും ഭാഗികമായേ പിൻവലിച്ചിട്ടുള്ളൂ. വിദ്യാലയങ്ങൾക്ക് മാത്രമേ ഒഴിവ് കൊടുത്തിട്ടുള്ളൂ. സർക്കാർ ഓഫീസുകൾക്ക്, ജീവനക്കാർക്ക് ഒഴിവ് കൊടുത്തിട്ടില്ല. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ഇപ്പോഴും മുസ്ലിങ്ങൾക്കെതിരാണ്, പിടിവാശിയിലാണ്. ഒരു കാരണവശാലും ന്യായമായ ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിന് വകവെച്ച് കൊടുക്കില്ല എന്ന തീരുമാനത്തിലാണ് എന്ന് തന്നെ വിശ്വസിക്കണം. ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ഈ യൂട്ടേൺ ഉണ്ടായത്. എല്ലാ രംഗത്തും ഗവൺമെൻറ് യൂട്ടേൺ അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഈ വിരോധം, പ്രതികാര മനോഭാവം വെച്ചുകൊണ്ട് പിന്നെ അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. ഈ സ്വരാജ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് വർഗീയ വിഷം കലർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഇതിൽ ഞങ്ങളാണോ തുടങ്ങി വെച്ചത്? ഞങ്ങളാണോ ഇത് വിവാദമാക്കുന്നത്? ഇത്തരമൊരു സംഭവം ഉണ്ടാക്കിയത് ആരാ? മര്യാദക്ക് പോയിരുന്ന ഒരു കാര്യത്തിൽ അത് റദ്ദാക്കുക എന്ന നടപടിയിലല്ലേ വിവാദം ഉണ്ടാകുന്നത്? അതാരാ ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? അപ്പോൾ വർഗീയത ആളിക്കത്തിക്കാനും ആ വർഗീയതയുടെ പേരിൽ വോട്ട് നേടാനും ശ്രമിക്കുന്നത് ഇടതുപക്ഷമാണ്. BJPയേക്കാൾ, സംഘപരിവാറിനേക്കാൾ വലിയ വർഗീയതയും ഫാസിസവും നടപ്പാക്കുന്നത് ഇടതുപക്ഷമാണ്. സ്വരാജിനെ പോലുള്ള ആളുകളെ നല്ല വാക്ക് പറയാൻ ചുമതലപ്പെടുത്തിയിട്ട് നേരെ മറിച്ചാണ് കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. കേരളത്തിലുണ്ടായ മുസ്ലിം വിരുദ്ധ, മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രസ്താവനകളൊക്കെ പറഞ്ഞത് CPM നേതാക്കന്മാരാണ്, RSSകാരല്ല,
BJP-ക്കാരല്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുക ചെയ്തത്. ഇപ്പോൾ ലവ് ജഹാദാണെങ്കിലും മലപ്പുറം ജില്ലയിൽ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് പാസ്സാകുന്നതെന്ന് പറഞ്ഞതും, മലപ്പുറം ജില്ലയിൽ കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും നടത്തിയിട്ട് ആ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ CPM നേതാക്കന്മാരാണ്. അതൊന്നും സ്വരാജിന് മറച്ചു വെക്കാൻ കഴിയില്ല. അതൊക്കെ വോട്ടായി മാറുകയും ചെയ്യും. മലപ്പുറം ജില്ലയെ ഇത്രത്തോളം അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾ അധ്വാനിച്ച് പഠിച്ച് ജയിച്ചപ്പോൾ അത് കോപ്പി അടിച്ചിട്ടാണ് എന്ന് പറഞ്ഞത് സ്വരാജിൻ്റെ മാർഗദർശകനായ സഖാ VS ആണ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ. അതൊക്കെ സ്വരാജിന് മറച്ചു വെക്കാൻ കഴിയും? അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണോ? ഉണ്ടാക്കിയത് 100% സ്വരാജാണ്, തെളിയിക്കാൻ തയ്യാറാണ്. ഈ മറ്റൊരു കാര്യം, PV അൻവർ അവിടെ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. UDF ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിട്ടുള്ളത് 2026 UDF അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കണം, ഒപ്പം വനം വകുപ്പ് മന്ത്രി കൂടിയാക്കണം. അതും പോരാ, UDF-ന്റെ സ്ഥാനത്ത് നിന്ന്, ചെയർമാൻ സ്ഥാനത്ത് നിന്ന് VD സതീശനെ മാറ്റണം എന്നുള്ളൊരു ഡിമാൻഡും അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ UDF-ലേക്ക് വരാമെന്നാണ് പറയുന്നത്. അൻവർ കുറേ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു ഡിമാൻഡ് ഞങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ നടപ്പാക്കും. VD സതീശൻ അവരുടെ UDF-ന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറ്റും. ഒരു സംശയം വേണ്ട, അദ്ദേഹത്തെ ഭരണകക്ഷി നേതാവാക്കി ഞങ്ങൾ അവിടെ ഇരുത്തും. PV അൻവറിന്റെ ഡിമാൻഡിനെ പരിഹസിക്കുകയാണ് PMA സലാം ചെയ്യുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷക്കിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.